സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. നമ്മളായിട്ട് അറിയുമ്പോൾ പോണേ M5 മാൾ. അപ്പം ഈ ഷൂ ഒക്കെ ഇട്ട് റെഡി ആവുകയാണ് ഷാഹുൽ ഷിബിൻ. ഷാഹുൽ ഇൻക നോക്ക് പറ. ഗുഡ്. ഇപ്പൊ ഗൈസ് നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, ഐഫോൺ 16 എടുത്തിട്ട് സുഹൈര് ഞാൻ്റെ ഫോണല്ലത്. ഫോൺ ഉണ്ടാകാതെ പോയോ? അപ്പം ഗൈസ് ലെറ്റ്സ് ഗോ. ആരൊക്കെ റോക്കി ഉണ്ടല്ലോ, റോക്കിണ്ട് കാര്യമായിട്ടാണ്. അപ്പം ഗൈസ് നമ്മളെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മളെ ടീം എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഷാവലെ റെയ്മോടെ പോയോ? നിക്കടെ റെയിന് എന്നെ കൂട്ടാതെ പോവാ. ലൈൻ കട്ട്. അതെ നോക്കട്ടോ, പെയിന്റ് അടിച്ചാണ്, പുതിയ പെയിന്റ് അടിച്ചാണ്. നോക്കിക്കോ. ഇവിടെ കളിക്കണ ഗൈസ്. അപ്പൊ കിട്ടില്ല. ഷാവല് കളിക്ക. അടിക്കട പൊക്കി പെരക്കാര് പൊക്കി. ബൈ ടാറ്റ. വരുന്നുണ്ടോ? ഏ പ്രഭു, അപ്പൊ നമ്മള് M5ക്കാണ് യാത്ര. ഇന്ന് നമ്മൾക്ക് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ആരെന്ന് വെച്ചാല് നമ്മളെ ബീറ്റ് ബാൻഡത്തെ മെയിൻ സിംഗറാണ്. അസ്ലമുണ്ട്. ഇത് ഇവിടുത്തെ നമ്മളെ ചെറിഞ്ഞു കൊടുക്കണം വേണ്ട. അപ്പൊ ഞാനാണ് നമ്മളെ പാട്ടുകാരൻ. അപ്പൊ ഇന്ന് ഞങ്ങളൊരു സോങ് കവറൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട് ബീറ്റ് ബാൻഡിൽ ഇടാൻ. അല്ലേ നമ്മളെ ഷാവുല്, നമ്മളെ സ്വന്തം ഷാമില് കുറച്ച് അപ്പുറത്ത് വരാം. സോ ഗൈസ്, നമ്മളെ ബാംഗ്ലൂരിലെ ഇഷ്ടം പോലെ റോക്കിനെ വെച്ചാൽ പോണ കാണിക്കാൻ പറ്റൂല. ഏതാ മിക്സിങ്? അതോ എത്ര എല്ലാവരും കണ്ട അടി പൊട്ടും. എന്താണ് ഇവിടുത്തെ ബാറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? ബാറിൽ പിന്നെ നല്ല ബാറുണ്ടെങ്കിൽ ഞങ്ങൾ ബാറിൽ പോവാറില്ല. ഏറ്റവും കൂടുതലുള്ള അതൊന്നല്ല പാൻ ഷോപ്പ്. അത് സെറ്റ് ചെയ്യാല. അതാണ് നമുക്കൊരു ദിവസം കുഷ്കന്റെ ഒരു വ്ളോഗ് എടുക്കണം. കുഷ്കബാബ് എവിടുത്തെ കുഷ്ക നമ്മൾ എടുക്കുക? നീലാന്റെ ഫേവറേറ്റ് കുഷ്ക ഏതാ? സ്പോട്ട് ഏതാ ഫേവറേറ്റ്? ഫേവറേറ്റ് ഇല്ല. ഫേവറേറ്റ് ഉണ്ടായിരുന്നു വായിതെന്തേ അലമ്പായ വായത് പറയുന്നത് ഞങ്ങള് ഫസ്റ്റ് കോളേജ് വന്ന ടൈമിന് അല്ലേ, ഒരു വെള്ളിയാഴ്ച ജുമാക്ക് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ നല്ല കടണ്ട് പറഞ്ഞടിച്ച് വരതാ. നന്നായിട്ട് ദമ്മ് പൊട്ടിച്ചാൽ അതില് വീണ്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും കുഷ് കബാബ്. ഗിറ്റാറല്ല നമ്മള് വന്ന ടൈമില് വേറെ ഇല്ലേനോ?
അന്നെ വന്ന ടൈമിനായെന്നെ അത് വായത് വീനസിന്റെ അടുത്ത് രാവിലെ അഫീഫിനെ പറ്റി അഫീഫത്തെ കുഷ്കിങ് അപ്പൊ വേണ്ടി എന്താണ് അഭിപ്രായം? സംഭവം എന്താ അറിയോ, അപ്പോഴത്തെ രണ്ടാൾ കഴിക്കണ്ടേ, നാളെ നമ്മൾ ഫസ്റ്റ് വന്നു അങ്ങനെ ഓരോ കഴിക്കണ്ടപ്പോ നമ്മൾ എന്ത് ചെയ്തു, അത് പോകട്ടായിരുന്നു. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഷാമിൽ അന്ന് മുതൽ ഇന്ന് വരെ കുഷ്കിങ് പാടാലോ. വേറെ ഒന്നും ഇത് വേറെ സ്പോട്ടാണ്. അതെ, ഇത് നമ്മളെ വേറെ സ്പോട്ട്. ഇപ്പൊ ഞങ്ങള് കുഷ്കബ പോയിക്കണ ഇത് നമ്മളിപ്പം പോണ ഫോണാടുന്ന് അറിയില്ല, അത് ക്യാമറ പിടിച്ചിട്ട് എന്താടാ അതാണ് ഷാവിലെ ഒറ്റമായിട്ട് പോണ്. നമുക്കൊരു സ്പോട്ട് വരെ പോവാണ്ട്. ടീമിന്റെ ഫാദറിന്റെ സ്ഥലം മൈസൂര്. ഒരു ഊഹത്തിൽ പറ ചങ്ങായിമാരെ. സുഖല്ലേ? മറ്റേ സാധനം ഉണ്ടല്ലോ, എന്തേനി ഏത് ഇച്ച. എനിക്ക് ഇച്ചനെ ഇഷ്ടല്ല ബേ. ചിക്കൻ ഇഷ്ടല്ലേ ബേ? പൊളിയാണ്ടാ ചിക്കൻ ഇഷ്ടല്ലേ? അത്രേ ഉള്ളൂ. സ്ലോ മോഡ് എടുക്കല്ലേ? ഡ്രഗ്സ് തൊട്ടാ പിന്നെ നാശത്തിലേക്കാണ്. അതെ, അങ്ങനെ നമ്മള് പിന്നെ തൊടാത്തതിനെ കൊണ്ട് നമുക്ക് അറിയില്ല. നമ്മള് അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പോകരുത്. പാലക്കാടോ? എവിടെ? പാലക്കാടോ? എന്ത് എയർപോർട്ടില്ല, എയർപോർട്ട് റോഡിൽ എത്തി നമ്മള്. അതാ കാണുന്ന എയർപോർട്ട്, ആ ടെർമിനലാണ്. മെട്രോ ടെർമിനൽ. അതെ, എന്ത് എയർപോർട്ടിൽ എന്തായാലും എന്ത് ജെറ്റ് ടാക്സിയോ? അതെ, ബാംഗ്ലൂരിന്റെ എല്ലാ അപ്ഡേറ്റും ആദ്യം വിട്ടാണ് ഷാമിലാണ് നമ്മളോട്ടത്തില്. ബാംഗ്ലൂരിൽ നിന്നല്ല, എല്ലാ കാര്യത്തിലും ഫസ്റ്റ് അപ്ഡേറ്റ് ഷാമിന്റെ അതിലെത്തും. അതിനിപ്പോ എന്തായാലും സിനിമ ആയിക്കോട്ടെ, മറ്റേ നാട്ടിലത്തെ ന്യൂസ് ആയിക്കോട്ടെ, ബാംഗ്ലൂരിലത്തെ ന്യൂസ് ആയിക്കോട്ടെ, എന്ത് ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പൊ വാട്സപ്പില് മൂപ്പരാക്കന്റെ വാട്സപ്പിൽ അറിയണത് ബാംഗ്ലൂരു ന്യൂസ്, അതെ, കേരള സുപ്രഭാതം അതൊക്കെയാണ് നമ്മളെ ഷാമിലിക്കനായിരുന്നത്. തുടങ്ങിയതായി. ഇതാണ് അവന്റെ മെയിൻ. എന്ത് ഷാമിൽ സെറ്റില്ല. നമ്മളെ ക്യാമറമാനെ കാണാൻ എല്ലാവർക്കും ബോധ്യണ്ടാവും. ഒന്ന് കാണിച്ചു കാണൂ, മാറുന്ന് കാണും. അങ്ങനെയൊന്നും പറ്റൂല. എന്താ ഒന്ന് കണ്ടൊരു പൂതി വാങ്ങിക്കൂല. ഞാൻ കാണിച്ചെല്ലാരും ബാംഗ്ലൂര് ഇല്ല, വീണ്ടും ഞാൻ ചെയ്ത് വെച്ചിക്കണ്. എടാ ഉറക്കത്തിൽ നീച്ചു പോയതാണ്. ഈ വ്ളോഗിന്റെ ഓർമ്മ നിനക്കപ്പല്ല. ഞാന് അല്ല, ഞാൻ ചോദിച്ചു എടാ മറ്റു പോയി വ്ളോഗ് എടുക്കാം. വാടാ പറഞ്ഞിട്ട് കുടിച്ച് കളിച്ചു കൊണ്ടുപോയാ. അതായത് ഫയാസ് എന്നെ ഉറക്കുന്ന വിളിച്ചത്. പയാസം ഇറക്കത്തിന് വിളിച്ചു, മറ്റു ഇറക്കല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു വ്ളോഗ് എടുക്കല്ലേ ചോദിച്ചു. ബാ പോവാ റിജ് എന്റെ ഫോൺ എനിക്ക് വന്നു. സെറ്റപ്പായി ഏതായാലും മൂടായിക്കണ്. അപ്പൊ ഇനി നമുക്ക് മാളിലെത്തിയിട്ട് കാണല്ലേ? ഇനി നമുക്ക് മാളെത്തിട്ടാണ് കുറച്ച് നടക്കാണ്ട് ചോദിച്ചു. ഓക്കെ, അപ്പം മാളിലെത്തിട്ട് നമ്മളെ എക്സാം എന്നാ കഴിയുന്നേ?
എക്സാം 1-ാം തീയതി കഴിയും. പിറ്റേ ദിവസം എന്റെ ക്ലാസ് ഉണ്ട് എന്നാ പറയുന്നത്. ഞങ്ങളതെന്താ അറിയോ? ഞങ്ങളതെന്താ ഇല്ല, ഞങ്ങൾ ഡയറക്റ്റാ. കഥയാണ്. വെറുതെ ഫ്ലട്ടറും പഠിച്ച് രക്ഷപ്പെടാൻ നിന്നീന ഞങ്ങളെ ഇപ്പൊ അത് നോക്കിയില്ലെങ്കിൽ മര്യാദക്ക് എവിടെയും എത്തി. അതെ, വിധിച്ചല്ലേ നടക്കൂ. നമ്മള് കാരണം നമ്മളൊരു ചെങ്ങായി ഉണ്ട്, ഊക്ക് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലും ഊക്ക് കിട്ടുന്ന ഒരു ചെങ്ങായി നമ്മളൊരു പ്ലാൻ പറഞ്ഞു. നമുക്ക് എപ്പോഴും പ്ലാനിലാണല്ലോ. അതല്ല, ബാംഗ്ലൂർ പോയിട്ട് നല്ല അടിപൊളി കോളേജിൽ അഡ്മിഷൻ അടിക്കാം. നമുക്ക് കോളേജ് ലൈഫും കിട്ടും, പണിയും കിട്ടും, അതെ, കൂടെ വർക്കും ചെയ്യാതെ. അത് കേട്ടപ്പോള് വേറൊരു ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് പറഞ്ഞു. ഫ്രണ്ട്സ് അവിടെ ഉണ്ട് വിചാരിച്ചു. നല്ല കോളേജ് ഉണ്ട് പറഞ്ഞു. നമ്മളിങ്ങോട്ട് പോകും. അല്ല, കോളേജിനെ പറ്റി പറയണ്ട. അങ്ങനെ വന്നു നമ്മളിവിടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് നമ്മള് അവസ്ഥകളൊക്കെ മനസ്സിലാവുന്നത്. അതെ, ആ ഫ്രണ്ട് ഇടയിൽ കൂടെ കയറി കളിച്ച് നമ്മളെ ഊമ്പിച്ച്. ഇല്ല, അത് ഞാൻ തുറന്നു തരാം. എനിക്ക് ഓടി മാറ്റി അവിടെ മറ്റേ പീ നല്ല സോണ്ട് കൊടുക്കട്ടെ. അതൊന്നും ആവശ്യമില്ല. ഇല്ല എത്ര പറഞ്ഞപ്പെടാന്ന് ഞങ്ങളെ നല്ല പഠിത്തരവും പഠിപ്പിക്കുന്നത്. ആദ്യം പെട്ടതിന് ആരാ? ആദ്യം റാഫി കിട്ടി. പിന്നെ എന്താ പറയാ, ഞങ്ങള് ഞാനില്ല, ഞാനിപ്പോഴൊന്നും പരിചയം ഒപ്പം വന്നവരൊക്കെ നമ്മളടുത്ത് മുണ്ടിടില്ല. എന്നിട്ട് ആദ്യം മുണ്ടിയതാരാ? നിഹാല്, മുത്തേ. ഞാനാണ് ബാംഗ്ലൂരിലത്തെ ഫസ്റ്റ് ചെങ്ങായി. നമ്മളെ പിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോയി. അതെ, അനിയനൊക്കെ ഉണ്ടല്ലോ നമ്മളെ എതിരാളിയായി. പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോഴാണ് റിയലൈസ് ചെയ്യണത് ആ കൊണ്ടുവന്ന ചെങ്ങായിന്റെ സ്വഭാവം ഇങ്ങനെ ഒരു നല്ലൊരു സ്വഭാവമായിരുന്നു. അതോടുകൂടി ഞാൻ അവിടുന്ന് ഡ്രോപ്പ് അടിച്ച്, അതായത് ഓരോ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ പോകുന്നു. ഇതിനവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മളെ പറ്റി നല്ലത് പറയുമ്പോൾ നമ്മളിപ്പുറം നിന്നിട്ട് നമ്മളെ പറ്റി നല്ലത് പറയും. അതിന് അപ്പുറത്ത് പോയിട്ട് എടാ ഓ അങ്ങനെയാടാ, ഓ ഇങ്ങനെയാടാ, ഓനെ കൂട്ടാൻ പറ്റൂല എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇച്ചാന്റെ കോളിങ് ഷാവിലാണെങ്കിൽ ചെക്കന്റെ അനിയന് നാടിട്ട് പോയി. ബാംഗ്ലൂരിലെ ഷാറൂഖ് ഖാനാണ് അല്ലേ ഷാവില? അഞ്ജന പറഞ്ഞ എന്താ ഇന്ന് സോളോ ട്രിപ്പ് പോയതാണ്, വേറെ ഒന്നുമില്ല. അല്ല, അത് പറയും, കഥ പറയും. കുറച്ച് മുന്നേ വിളിച്ചത് അത് പറയും. പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു 10 മണി വരെ അച്ഛൻ പെരിയിൽ വർത്താനം പറഞ്ഞ് ചായ കുടിച്ചിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറി ചെന്നിടത്ത് ആളെ കാണാനല്ല. അതിലും അപ്പൊ എനിക്ക് മെസ്സേജ് വന്നു, അന്ന് ഡൽഹി വരെ പോയി വരാൻ. അതെ, വച്ചാൻ സീനില്ല ഷാവില. ഞാൻ ഡ്രസ് എടുക്കണോ? കയറണോ? കയറണോ? അങ്ങനെ നമ്മള് എത്തില്ല. ഇലക്ട്രോണിക് സിറ്റി M5 മാൾ. ഇവിടെ ലുലുണ്ട്. വൺ ആൻഡ് ഓൺലി. ഡിസ്പ്ലേ ആവശ്യമില്ല, രണ്ടോട്ടം കേടരും അല്ലേ? ഇനിയ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മറ്റേ ഇതൊക്കെ ഉണ്ടായിന്, ടച്ച് സ്ക്രീന്, മഞ്ഞ സ്ക്രീന് എല്ലാം ഉണ്ടായിന്. ഐഫോണിന്റെ സ്ക്രീന്, iPhone 13 സീരീസിന്റെ. മമ്മി പിടിക്കുന്നുണ്ട് രാവിലെ കേട്ടില്ല, ഉള്ളിൽ നിന്ന് ഞാനാ എന്താണ് ഇങ്ങനെ ലാഗടിക്കുന്നത് നടക്കാൻ സ്റ്റോക്ക് ആയിട്ട് ആൾക്കാർ മൊത്തം നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇത് ഇതിൻ്റെ ഉള്ളിൽ കിടണം. ചിലപ്പോ ഒരു വെള്ളത്തില്ലേ ക്യാമറ അലോടെ അല്ലാതെ പറഞ്ഞു. പക്ഷെ നോക്കാൻ പിടിച്ചനെ നോക്കാം. ഇനി എന്താ സ്ലോ ഇട്ട് നിൽക്കുന്നില്ല, ആരെങ്കിലും നടക്ക് വേഗം. ക്യാമറ പിടിച്ചനെ വരാൻ നമുക്ക് ട്രൈബിലൊന്നും കയറിക്കില്ല. മച്ചാനും ഇവിടെ ഫോൺ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷൻ പോയത് സ്റ്റാർബക്സ് പോവാ. അവിടെ പോയി കഴിഞ്ഞ 13-ാം തീയതി കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു കോഫി ഏതിന്റെ ബർത്ത്ഡേക്ക് ഫ്രീ ഉണ്ടായില്ല. ഞാൻ പിന്നെ പോയില്ല. ഒരു കോഫി നമ്മ അന്ന് അങ്ങോട്ട് പോയില്ലേ, മന്തി കഴിക്കാൻ പോയില്ല. ലദ്വി മന്തി സ്റ്റാർബക്സ് ജനമുണ്ടോ? ചെനമില്ലല്ലോ ഇതില്.
ഗെയിംസ് കാരണം മറ്റേ ഇതുണ്ട് ഹൊറർ ഹൗസ് ഉണ്ട് അതിൽ കയറിയാലോ പക്ഷെ ഫണ്ടില്ല ഫണ്ട് പെർ പേഴ്സൺ 100 ഷാമിന്റെ ഉമ്മ വിളിക്കുന്നുണ്ട്. ആടെ പോയ ഫസ്റ്റ് നമ്മള് ബാത്റൂമിൽ കയറണം. അത് നിർബന്ധം. ഒക്കെ നീറ്റാണോ ഫ്രെയിമാ ഇവിടുന്നില്ല നോക്കാം. ബാത്റൂം കയറി എന്താ റെഡി? ബാത്റൂം കയറിയതാ. ഫസ്റ്റ് സ്നാപ്പ്, സെക്കൻഡ് സ്നാപ്പ്, ഇതൊക്കെയല്ലേ തേർഡ് സ്നാപ്പിന് ഞാൻ ഫോൺ ചോദിച്ചെടുക്കണേ. ഇത്രയും വെയിറ്റിംഗ് ആണ്. ഏതൊരു ഫോണോ ഇവായി കിട്ടല്ലേ? അതെ അതെ. ഹലോ ഹലോ വരുന്നവര് വരല്ലേ? നടക്ക്. എന്നാലും നമുക്ക് കുറച്ച് ഇതിന്റെ സൈഡിൽ കൂടി. അപ്പം അല്ല 1x അല്ല 0.5 അല്ലേ? അപ്പം നമ്മൾ മുകളിൽ പോയിട്ടിരിക്കുകയാണ്. മാള് പറയുന്നത് ചെറിയ മാളാണ്, പക്ഷേ വലിയ വലിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം തന്നെ എന്താ പറയുക വേണ്ട ആവശ്യമാവും. ഇവിടെ നമ്മളെ മിനിസോ ഉണ്ട്, ക്രോക്സ് ഉണ്ട്, മെട്രോ ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഉണ്ട്, മാക്സ് ഉണ്ട്, അമേരിക്കൻ ടൂറിസ്റ്റ് അമേരിക്കൻ ഒരു ഇതെല്ലാ ബ്രാൻഡും ഉണ്ട്. അറൗണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട്. പിന്നെ മാളിൽ ഇത് ഉണ്ട്. എല്ലാവരുടെ കയ്യിൽ കൊണ്ട് എന്താണ് പറയാന്ന് വെച്ചാല് ചുമല്ല പറയാം. രാവിലെ ഗുണ്ടി പൈസ അവിടെ സൂം ചെയ്തിട്ട് ഇതിൽ വിഷയമുണ്ടോ? നേരെ സംഭവം ഇതുകൊണ്ടാ കളർ ചേഞ്ച് പണ്ട് വേറെ എനിക്ക് ഇങ്ങനത്തെ ക്ലാസ്സിക് സാധനങ്ങളാണ്.
ഇതല്ലേ വേണ്ട. ലൈഫിൽ നമ്മൾ തറവാട് നമ്മളിതുവരെ കേറിക്കില്ലല്ലോ പിച്ചൊക്കെ എടുത്തല്ലോ. ഇതുകൊണ്ട് ഇപ്പൊ കേറി വിഷയം. എന്താ അനിയാലേ ഈ മൂട് പിടിക്കാൻ എൻ്റെ ചിഗിരിയിൽ ഇങ്ങനെ ഒരു മാളുണ്ടോ? ജിഗിനി ഇതാണ് ചിഗിരി മാൾ. ജിഗിനി ഒരു ഇൻട്രസ്റ്റ് പ്രൊവൈഡ് മാൾ യാ 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 ഓൺലി ഇൻഡസ്ട്രീസ്. യാ യാ അവിടെ കുറെ കമ്പനീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സോഫന്റെ വില അറിയുന്നത് 1,00,000 അറൗണ്ട് 1,00,000 സ്റ്റാർട്ടിങ് എന്നാണ് പറയുന്നത്. ഗ്രോത്ത് മാൻ സാംസങ് HP ഓമൻ ആ സെക്യൂരിറ്റിക്കാരൻ. സോ ഗൈസ് ഇതാണ് നമ്മളെ മാളത്തെ അടുത്ത പ്രൊജക്ട് ഇനോക്സ്. ഇനോക്സ് വന്നാൽ പിന്നെ നമുക്ക് എളുപ്പമില്ല. ഇനി ഇനോക്സ് വന്നാൽ പിന്നെ നമ്മൾ മടിവാള പോകേണ്ട ആവശ്യമില്ല. മടിവാളില്ല, ഫുള്ള് ഇവിടെ നമ്മൾ കവർ ചെയ്യും. പിന്നെന്താ വെച്ചാൽ സെക്യൂരിറ്റി ഒക്കെ നോക്കണേ അല്ല ശരിക്കോ ഇല്ലല്ല ശീല ഫൈനൊക്കെ എഴുതി തരും. എല്ലാ പോലെ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഇനോക്സ് വന്നാൽ ഞങ്ങൾ ഇനി സ്ഥിരം ഇവിടെ ഓരോ മൂവീസ് ഇങ്ങനെ മടിവാളൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. മറ്റേ രാത്രി 1:30 ഷോക്കൊക്കെ മടിവാളെ പോയി ഇവിടെ എത്തുമ്പോഴത്തേനും 1 മണി. ഷോ ഉണ്ടാറില്ല, മാള് 10 ഇല്ല ഷോ ഉണ്ടാവും. ഞാൻ ഗെയിം പോകണം. ഹൊറോസ് കയറണ ഷാവില, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ഔട്ടിംഗ്? It's very entertaining. What? And this is from city. What? This city is very entertaining. Say something interesting, brother. Yeah, I'm saying something interesting, man. Yeah. From city is very interesting, and we are only. Say some up your bus. This ഹൊറോസ് കയറണം നമുക്ക്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? സ്പോൺസർ ചെയ്യുമോ ആരെങ്കിലും നമ്മളെ? ഷാമിന്റെ അരമന്തി കിട്ടാല്ലേ? എന്നാ അരമന്തി ഇതിൽ കട്ട് ചെയ്താലോ? അതല്ല അത് പോട്ടെ, അരമന്തി ഇതിന്മേലാക്കിയാലോ? എന്നാ നമ്മള് അപ്പൊ ഗൈസ് നമ്മള് ഹൊറോസ് കയറാൻ പോവാ. അത് വിട് അല്ലേ അനിയ എന്നാ കേറില്ല ഹൊറോസില്. അരമന്തിക്ക് ഷാമിൽ സ്പോൺസർ അല്ല ഇനിയല്ലേ നമുക്ക് ഷാമിലൊരു അരമന്തി തരാനുണ്ട്. അരമന്തി ഒരു മന്തിക്ക് വേണ്ടി 6 മാസം മച്ചാന്റെ പിന്നാലെ നടന്നിട്ട് കിട്ടൂല. അതെ സോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രെയിൻ ചെയ്ത് പോണു. ഏതാ കുട്ടിയില്ല അനക്ക് കയറണം ട്രെയിൻ പിടിക്കണം. ഓടി പിടിച്ചാ ചെയിൻ വലിക്കാൻ പറഞ്ഞ ഷാവിലിന് കയറണം. എത്ര ഷാവില കേറാ ഇത് കയറില്ല. അപ്പൊ കേസ് അടുത്ത നമ്മള് എക്സ്പീരിയൻസ് ചോദിക്കണ്ട ഷാവില അത് വേണ്ട. ചെറിയൊന്നര കൊടുക്ക കൊണ്ടട ഇങ്ങോട്ട് കയറില്ല. എടാ മൂപ്പര് വീഡിയോ ഒക്കെ എടുത്തിരുന്നുണ്ടാ. റീച്ച് ഇതാണ് മൂപ്പരുടെ വീഡിയോ കണ്ടന്റ്. അതെ മൂപ്പര് ഇൻസ്റ്റയിൽ ഇടാനാവില്ലേ? ചോദിച്ചു നോക്കിയാലോ? ആണ് ഒറ്റക്ക് വഴിവെട്ടി വന്നവനാണ് അല്ലേ? കാണാം സീനിലും വേണ്ട. രാവിലെ നമ്മളവിടെ
നമ്മളെ എവിടെ പോയാലും തന്നെ നമ്മളെ നാട്ടില് എവിടെ പോയാലും ഈ സാധനം തന്നെയാണ് അറിയാം. ഓ നമുക്ക് എന്താ ഓറോസ് കയറണ്ടോ? കേറില്ലേ? കേറി വെക്കല്ലേ ഞാലേ? അതെ എന്നാ കേറില്ലേ? രാവിലെ ഇനി രാത്രി അല്ലെങ്കിലേ ഓന് രാത്രി നെട്ട് നീക്കല ഒറ്റ നീക്കല് ഇത് കുറച്ച് വെള്ളം കുടിച്ച് ഒരു കട്ട് ഓഫ് ആവും അല്ലേ? ഞങ്ങൾ ഇതിൽ കയറാം. ഏതില്? എന്നാ ട്രെയിനിൽ കയറിയാലോ ഞാലേ? വേണ്ടല്ലേ? പക്ഷെ എക്സ്പീരിയൻസ് ആവും. ട്രെയിൻ എന്തിനു പോയിക്കാട് ഇതായിരുന്നു ട്രെയിൻ. സീനില്ല. എക്സ്പീരിയൻസ് ചെയ്യണം. എത്ര രൂപയ്ക്ക്? 6 500 രൂപയ്ക്കോ ബാർഗെയിൻ ചെയ്യും ഇതിൻ്റെ ഉള്ളില്. ഇനി തനി കോഴിക്കോട്ടെ എന്നാ പോരെ ശ്യാമില്ല. ഹൗ മച്ച് ഫോർ 1 ticket? 100. ഡിസ്കൗണ്ട് ഇരിക്ക 6 people 500. ഓക്കെ ബ്രോ ക്യാമറ how much time? 5 minutes 2 to 3 minutes 3D activities walk. Okay. ഇത് കൂടെ എൻട്രി ചെയ്തിട്ട് അതൊന്നും കിട്ടില്ല. ഡിസ്കൗണ്ട് ഒന്നും ഇല്ല. മാളി കയറിയിട്ട് ഡിസ്കൗണ്ട്. ഡിസ്ക് പൊട്ടന്മാരാണ് ഇവിടെ. ആടാ അന്ന് എന്നെ കൊണ്ടാക്കില്ലേ ബസ്സിന് കഴിഞ്ഞ് ഞാനും റൈമ് ഷാമിലും വന്നു. അപ്പം ഈ ബോളിന്റെ സാധനം ഉണ്ട്, അതില് കളി ഉണ്ടായിന്നാ? ഈ സാധനത്തില് കളിയല്ല. അന്ന് കംപ്ലൈന്റ് എല്ലാവർക്കും കിട്ടിയെന്നാ? ഞങ്ങളിവിടുന്ന് ഡിസ്ക് കളി കൊടുക്കണോ വേണ്ടേ മൊത്തം ഒരു കള ലക്ഷണം അതിൽ പൊക്കി ഞങ്ങളുടെ സാധനം. റൈമേ ഷാമിൽ ഇനിയാ എന്താ പറയാനുള്ളത്? അത് നമ്മളെ കുട്ടിയതാ. വീണ്ടും വന്ന് ഞാലേ നമ്മളെ മോള് വന്ന് ഓരോ ക്ലിപ്പ് പിടിക്ക്. ഇതായിട്ട് വേണണ്ടിയാ ഇത് വർക്ക് ചെയ്ത് നേരത്തെ നോക്കി എന്താ baby. ഇതെങ്ങനെ എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്? ഏത് ഞാല എങ്ങനെയുണ്ട് മാളിലെ പാർക്ക്? എവറേജ് ഇല്ലേ? പക്ഷെ നല്ല ആംബിയൻസ് ഉണ്ടല്ലേ? സീരിയസ് സ്പേസ് ആണെങ്കിലും. മിനിമം ഉണ്ട്. മിനിമം എത്ര? 2200 26 പ്ലാൻ. എന്താണ് ചോദിക്കണ്ടേ? കാർഡിന്റെ പ്ലാന് അത് മറ്റേ സെറ്റപ്പ് ആണോ? 1 പ്ലേക്ക് 110. കിട്ടുന്നുണ്ട്. ഏത് ആ സാധനം അത് വെറുതെ കിട്ടുന്നതല്ലടാ പൊട്ട. ഞാൻ
അത് പോണില്ല, അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അതൊക്കെ നമ്മളെ ബ്ലെയിം ചെയ്യാനുള്ള ഓരോ ഇതാണ്. ഞാനതൊക്കെ എന്തില്ല, സിമ്പിൾ നിന്നിട്ട് ഓട്ടില്ല വണ്ടി. ഇല്ലടാ, അത് ഓൾറെഡി ഇല്ലടാ. ഷാവിൽ അത് പൈസ കൊടുക്കാതെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തിന്? കാർഡിനോ? കാർഡ് വെച്ചിട്ട് എന്താ നമുക്ക് ചെയ്യാം? ഡ്രൈവറാണോ ഷാമില? ആ കുടുത്തം കണ്ടാ അറിയാ, നല്ല ആയിവ. തമിഴുണ്ട് പിടിക്കാം. ഇതിലെ സെൻസർ എടുത്തിട്ട് ഇത് മറ്റേ മൂത്തമ്മ എന്ന് പറയുന്ന സാധനം ഇതാണല്ലേ? എന്താ ഞാലേ ഇതിനൊക്കെ ഓരോ രീതികളുണ്ടല്ലേ അറിയുമേ? ബിആറിലല്ലേ നല്ല ഫയറാണ്. അത് കിഡ്സ് ആണ് തോന്നുന്നില്ല. ഇല്ലല്ല നമ്മള് പറ്റില്ല. അതെ, ഇനി സംഭവം താടിയൊക്കെ അറിയാതെ ഒന്നും മനസ്സിലായില്ല. എന്റെ താടിയൊന്നും അല്ല. ഫുള്ള് കാടാ. ഫുള്ള് കാടെടുക്കണം. ഫുള്ള് കാടാ. ശൈല ആ അനിയ ഇതൊന്ന് മാ എന്തല്ലേ എന്താണ് മാല? ഇവിടെ മാല മാലയും വളയും മാലയും വളയും അതായത് ഇതിന് സാധനം എടുത്ത് കേട്ടിട്ട് കംപ്ലൈൻറ്റ്. അപ്പൊ ഇനി അടുത്തത് നമുക്കുള്ളത് ഫുഡ് സ്പോട്ടാണ്. ഫുഡ് സ്പോട്ട് വിദേശ് ചോക്ലേറ്റ്സ് ഇന്റർനാഷണൽ. ഓ, വിദേശി ചോക്ലേറ്റ്സ്. വിദേശി ചോക്ലേറ്റ്സ് ഇന്റർനാഷണൽ. നമ്മൾ ജസ്റ്റ് ഫോട്ടോയിലൊരു വീഡിയോ എടുക്കാം. ഫ്രീ ആണോ? ഫ്രീ ആണോ? എടുക്കുകയാണെങ്കിൽ ഫ്രീ. എടുക്കുകയാണെങ്കിൽ ഫ്രീ ആണ്. തരില്ലടാ. ഒറ്റ റാമെടുക്കൂ. ഐസ്ക്രീം കൊടുക്കാൻ പോണ അടുത്ത്
ഐസ്ക്രീം എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ചോദിക്കണം. റവി, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? നല്ല എക്സൈറ്റിംഗ്, വെരി എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പം അടുത്തത് നമ്മളെ യാത്ര എന്ന് പറയുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിലെ ഇവിടെ ആൾക്കാരുണ്ട്. നമുക്ക് അനീൻ്റെ വക അന്ന് ഫുഡുണ്ട്. അതെ, ഞാൻ പൈസ ഡെയിലി എനിക്ക് ശമ്പളം വരുന്നത് 1 ലക്ഷം ആയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ചെലവിന് കൊടുക്കണം. നമ്മളെ Zooming option ഉണ്ടോ ഇതിന്? അപ്പം നമുക്ക് ഇവിടെ ഇരിക്കാം guys. എല്ലാവർക്കും കൂടിയിട്ട് ശാവിലെ ചേറാണ്. അപ്പം ഗൈസ് നമ്മൾ റാഫിയും ഷാമിലും നിഹാലും ഒരു കുറച്ച് ക്ലിപ്സ് എടുക്കാനും വേണ്ടി പുറത്തുപോയതല്ല പറഞ്ഞിട്ട് എസ്കലേറ്ററിമെല്ലാം എന്താ ഇറങ്ങണ കിറ്റില്ലേ വീഡിയോസ്. അപ്പോൾ നമ്മളെ മെയിൻ വീഡിയോഗ്രാഫേഴ്സാണ്. അല്ല, ഞാനൊരു വീഡിയോഗ്രാഫറാണല്ലോ, മറന്നുപോയി. ഇതിന്റെ ആപ്ലിക്കേഷനോ? യെസ്. ക്ലാരിറ്റി ഉണ്ട്. മറ്റേടെ ഒന്നൊരു ക്ലാരിറ്റി, മറ്റൊന്നൊരു പെട്ടെന്ന് പക്ഷെ വേറെ സുഖമുണ്ട്. ട്രാക്കിംഗ് ഉണ്ട്. ഇങ്ങനെ പിടിക്കേ ട്രാക്കിംഗ് ആണ്. ട്രാക്കിംഗ് ഇല്ലേ? ഫേസ് ട്രാക്കിംഗ് ഉണ്ടോ? ഇല്ല. സിംഗിൾ ട്രാക്കിംഗ് നിനക്ക് നോക്കട്ടെ. അപ്പൊ ഇങ്ങനെ പോയാൽ മതി. എങ്ങനെ പോയാൽ മതി? തന്നെ ട്രാക്ക് ആവും. പറയും ട്രാക്കിംഗ് ആണ്. കണ്ട് കഴിഞ്ഞ റഞ്ഞമ്മ ലുലു കാണാണ്ട് M5 ഇനിയും ബിൽഡ് ചെയ്ത് വരാണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കുറച്ച് ടൈമുണ്ട്. കാരണം ഇത് പുതിയ മാളായുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ലുലു ഉണ്ട്. ലുലു പോകണം. ലുലു പോയി കുറച്ച് കാര്യം നോക്കാണ്ട്. ഞാനേ എന്താ അഭിപ്രായം? മാറിക്ക് എടുത്തു കൊടുക്കട്ടെ. ഞാൻ പിന്നെ എവിടെ പോയാലും ഹോട്ടലിൽ വേറെ കളിക്കുന്നത് ഞാനേ പിന്നെ നമുക്ക് ലുലുലല്ല, നമ്മ ബർഗർ ഓർഡർ ചെയ്യാം. രസമില്ലാത്ത ബർഗർ. ഏത് 950 കോടാണ്. സുഖലല്ല തിന്നാൻ എനിക്കുണ്ടോ? നിയാലിലെ സിംഗിൾ വീഡിയോസ് എടുക്കുന്ന റാഫി ഫോട്ടോ ആണ്. വീഡിയോ കേട്ടോ. ചാടിക്ക് 2 കാല് മുട്ടിക്കണ്. ഏത് ഇവിടെ വീണാലോ വിഷയാവും. ഞാനേ എരപ്പവിടെ ഞാനേ ഷാവലി ഇരിക്ക് ബ്രോ, അവിടെ ഇരിക്ക്. ഇത് പബ്ബുകള് ഇതുണ്ടോ? ബാംഗ്ലൂർ ബോളിവുഡ്. ഇതാ ഗെറ്റ് റെഡി ടു. ഇതാണ് സാധനം. ബാർ ഗില്ലീസ്. കൊറേ പേരെ നമ്മളെ നോക്കിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. എന്ത് ഫോട്ടോ അതിലോട്ട് എല്ലട്ടോ അങ്ങനല്ല, ഭയങ്കര ഇതില് സൗമ്യമായ രീതി. ഞാൻ പിന്നെ പറഞ്ഞൂടെ
ഇതിമലാരത് തൊട്ട് കളിച്ച് ക്യാമറമാരെ തൊട്ട് കളിച്ചു അത് കൂട്ടി മാള് കൂട്ടി ടൈം എത്ര അത് ട്രൈ ചെയ്ത് നോക്കണം. ഏത് ഓക്കെ ഫോൺ സ്റ്റേബിളായി. അപ്പം ഗൈസ് ദേ കടക്ക അടിച്ചു ഗൈസ്. ഞാനേ ഇതിൽ കിടില ഷോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ സ്റ്റെബിലിറ്റിയിൽ. ഇതെന്താ പ്രശ്നം? എന്താ ഇവിടെ എന്താ പ്രശ്നം? ഞാനിക്ക ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? വെരി നൈസ്. ആവറേജ് സ്മോൾ. ഇവിടെ 10 ആകുമ്പോഴത്തേനും മൊത്തം ക്ലോസ്ഡ്. ഏകദേശം ക്ലോസ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ ക്ലോസ് ചെയ്ത്. ലൈഫ് സ്റ്റൈലിൽ ഇനി മുകളിലത്തെ സ്ഥലം മാത്രം. രാവിലെ എന്താ കുറ്റം പറയണേ? This was very exciting. I was saying that exciting. ഞാനേ അതല്ലേ അത് വിഷയമാണ്. രാത്രി നമ്മള് പരിപാടി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും രാത്രി നമ്മൾ ലൈവ് ആയാലോ പാട്ട്? ഇന്ന് ഇവിടെ സ്റ്റേ എന്റെ വ്ളോഗറെ പിടിക്കോ ക്യാമറമാൻ? കാശം വരുന്നുണ്ടോ അറിയില്ല. എന്ത് അല്ല ക്യാമറ ഓഫ് ആക്കി. ഗൈസ് ദിസ് ഈസ് അവർ ലുലു. ക്യാമറ നൈസായിട്ട് മൂഞ്ചിച്ച് നമ്മൾ ലുലു കയറട്ടെ. ശ്യാമലെ ലുലു കയറല്ലേ? സോ ശ്യാമൽ, ഈ ലുലുവിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ലുലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ടൊന്നും പറയുന്നത് ഇത് ഞാൻ ഈ മാൾട്ടീസാണ് വിചാരിച്ചു. ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട്. ഇഷ്ടം പോലെ ഓഫേഴ്സ്. ഇപ്പുറത്ത് ഡിമാർട്ട് ഉണ്ട്. ആ ഡിമാർട്ടിന്റെ വില്ല കണ്ടിട്ട് നാട്ടുകൊണ്ട് ഭയങ്കര അടി വെല്ലാൻ ലുലു പറയുന്നത് ഇതാണ്, സ്റ്റാൻഡേർഡാണ്. ഇതല്ല ഞാൻ പോരാ. ഞാൻ എൻ്റെ മെയിൻ ഏരിയ പോവാ. ഇതുണ്ടോ? വാ, ഇവിടെ അല്ല, അപ്പുറത്ത്. കമോൺ. ഇത് വൃത്തിയാക്കിയടാ, ഇത്ര സ്റ്റോക്കോട്ടെ വൃത്തിയാക്കി വെച്ച്. എന്തേ ഇവിടെ മറ്റേ ഹോണ്ടൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ. ഞാലേ ഇത് നോക്കിയാ, ഇത് മൂടായി. ഹോണ്ടനാണ് എടാ. ഇത് വലിയ കുറച്ചടാ വീൽസിനെ ഒഴിവാക്കി. അത് ഒഴിവാക്കി ഇങ്ങോട്ട് വെച്ചതാണ്. അല്ലല്ലോ, അന്നും ഇവിടെ ഉണ്ടായി. അവിടെ ഇല്ലേ? അവിടെ രണ്ടല്ല, ഇപ്പൊ ഇല്ല. സ്റ്റോക്ക് പറഞ്ഞു. സ്റ്റോക്ക് തിരിച്ചു വരണം. അതിന്റെ ബാറ്റ്മാൻ്റെ ഒക്കെ ഉണ്ടായിനി. ഏതാ സൂപ്പർ? ഓ ഞാനേ ഇത് നോക്കിയാ, തോക്ക് കുഞ്ഞാമിനെ. ഓ സൂപ്പർ ചാർജ്. എടാ മോനെ, ഇതൊക്കെ പ്ലാസ്റ്റിക് ഫിനിഷ് ആടാ, മെറ്റൽ ഫിനിഷ് ഇല്ല. സംഭവം തന്നെ കേട്ടാ. എന്റെ പേരുണ്ട്. എന്താണ് കിട്ടോ? സ്നാപ്പിട്ട് നമുക്ക് ഞാനേ നൈസായിട്ടൊരു ഷവായും കുബൂസും മേടിച്ച് കഴിച്ചാലോ? പോയോക്ക
എക്സ്പെൻസീവോ? അല്ല ഇവിടെ എക്സ്പെൻസീവ് കുറവാണ്. അവിടെ എന്നാ ആടുവാ മുസ്കാരപ്പായൻ്റെ വില ഒക്കെയാണ് 590 രൂപ. നല്ല സാധനം. തോർത്ത് കംഫർട്ട് പോരട്ടെ. കംഫർട്ട് ഇല്ല. കംഫർട്ടിന് കംഫർട്ട് കുറവാണ്. ഓ ഇതൊക്കെ അതിന് പോരും. സത്യം തൊയിഞ്ഞാടോ. ഞാനേ അടുത്ത പ്രാവശ്യം പള്ളിക്ക് പോകാനുള്ള സാധനമാണ് ഇത്. നോട്ടട്ടാ സ്മോക്കിംഗ് നോ, ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ്, നോട്ട് അലൗഡ്. മുഞ്ചി ഇപ്പൊ ഏതായാലും ഫോട്ടോഗ്രാഫി ഒന്നെങ്കിൽ നിങ്ങൾ M5 ലുലു ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒറ്റക്ക് മിന്നി കളിക്കണം. അത് തിരിയണമെന്നില്ല. ഇങ്ങനെ നിന്നു പോയ നായായിരുന്നു. അപ്പൊ ഞാൻ കണ്ടേ, അത് നമുക്ക് തോന്നിയതാണ്. ഞാൻ എന്റെ തൊട്ട ബാക്കിലില്ലേ വീഡിയോ ശ്രദ്ധിച്ചില്ല. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഓടായിരുന്നു. ശ്രദ്ധിച്ചില്ല. വീഡിയോയിലുണ്ടാവില്ല. അങ്ങനെയാണേല് ബ്രദർ ഡോണ്ട് ടെൽ ലൈ ബ്രദർ. ഇന്നത്തെ M5 ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? ലാസ്റ്റ് കിട്ടി ഞങ്ങളെ പറ്റിച്ച്. കുഴങ്ങിയതല്ല, സെക്യൂരിറ്റി ചാമ്പി. വീഡിയോ അവിടെ തന്നെ മൈൻഡ് സെക്യൂരിറ്റി ഇടപെട്ടു. ഫസ്റ്റ് കയറിയപ്പോഴൊന്നും പ്രശ്നമില്ല. ലാസ്റ്റ് ഞങ്ങള് എല്ലോ വീഡിയോ എടുത്ത് എല്ലാ ഇതാക്കിയതിനു ശേഷം എല്ലാ സെക്യൂരിറ്റികളും നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കഴിഞ്ഞ് പുറത്തിറക്കുമ്പോഴാണ് പറഞ്ഞത് നോ റെക്കോർഡിങ്സ്. എല്ലാ ക്ലിപ്സും കിട്ടി. ഇനി കഴിഞ്ഞു അല്ലേ? ഇപ്പൊ നാളെ എന്താണെന്ന് വെച്ചാൽ നാളത്തെ പരിപാടി നമ്മളൊന്ന് സ്കീം ഇട്ടിച്ചില്ല. നാളെ കേട്ടാവട്ടെ, നാളെ ആവട്ടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ വരുന്ന പ്രശ്നം വെച്ചാൽ മറ്റന്നാളെ പരീക്ഷ ഉണ്ട്. അപ്പൊ നാളെ എന്തേലൊക്കെ ഗൈസ്, അപ്പൊ നമ്മ നാളത്തെ വിഷയം നമ്മൾ ഡിമാർട്ട് നോക്കിയാണ്. ഡിമാർട്ടിൽ പർച്ചേസിംഗ് ഉണ്ട്. ഡിമാർട്ട് പർച്ചേസിംഗ് നമ്മളെ ബ്ലോഗ് വേറെ ആയിട്ട് വരും. ഓക്കെ, നമ്മൾ നോക്കാനും കുറെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഷാവുഷിബിൻ, ഇപ്പം ബാംഗ്ലൂരിലെ കാലാവസ്ഥകൾ എങ്ങനെയാണ്? എക്സൈറ്റിങ്, വെരി എക്സൈറ്റിങ്. ഇപ്പം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് കേട്ടോ. കുറച്ച് മുമ്പ് ഭയങ്കര ശോകമായിരുന്നു. നല്ല തണുപ്പ്, നല്ല മഴയല്ല, വെയിലാണ്. ഇപ്പം നൈസ് ക്ലൈമറ്റ് ആയിക്കണേ. ഇടയ്ക്കൊന്ന് മഴ പെയ്യും. ഇപ്പം നല്ല തണുപ്പ്, മറ്റേ പഴയ ക്ലൈമറ്റിലേക്ക് തിരിച്ചു വന്നിക്കണം. നൈറ്റ് നല്ല തണുപ്പകരം, നല്ല കാറ്റ്. വാവ്, ജസ്റ്റ് വാവ്. വണ്ടി അതല്ല വണ്ടി ഞാൻ സോ മെനി വെഹിക്കിൾസ് ആണ്. ബെസ്റ്റ് ഊമ്പി വൈഡ് ആംഗിളല്ലേ ഇനി ഷൂട്ട് ചെയ്തിട്ട്. പൊക്കം മോന്തേകാരം തിരുമോന്ത. ഞാനൊരു നരൻ, ഓ നീയൊരു കുതിര ആര് കുതിര? എന്ത് കുതിര? കറക്റ്റ് അല്ലേ? ചെറിയ കാരണം അതാ ഞാൻ ആംഗിൾ ഇട്ടു. കുറച്ച് മുന്നില്ല. അയ്യോ പറയും ശ്യാമൻ
അങ്ങനെ തന്നെയാണ് ഓന് അങ്ങനെ തന്നെയാണ് എന്ത് അങ്ങനെ നടക്കും ഇങ്ങനെ നടന്നാൽ മതി ഇങ്ങനെ നടക്കണ്ടേ കുട്ടി സുന്ദരനായവനെ. അപ്പൊ ഗൈസ് നമ്മളെ വ്ളോഗ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ M5 ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാരും മറ്റേ സാധനം പറഞ്ഞ സബ്സ്ക്രൈബ് അല്ല മറ്റേ കോലത്തില് നമ്മൾ ബാംഗ്ലൂർ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ദുആ ചെയ്യുക. കുറ്റി പൊട്ടിക്കണ്ട, അത് പിന്നെ പ്രശ്നമാവും. പിന്നെ നമ്മളെ ദുആ ചെയ്യാം. അപ്പൊ ഇത്ര തന്നെ ഉള്ളു അല്ലേ? കാണാം. ബൈ. അടുത്ത വീഡിയോ നമ്മൾ എന്തേക്കും അറിയില്ല. ഓ കണ്ടന്റ് തപ്പി നടക്കട്ടെ. ബൈ ബൈ ബൈ. അതാണല്ലോ ഇന്നത്തെ കൂട്ടുകൂടണേ ഹൃദയം തരണേ. ഇന്നത്തെ M5 വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം see you guys. ഗുഡ് നൈറ്റ്. Peace.